ശൈല ടീച്ചർക്കും മഞ്ജു വാര്യർക്കുമെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ ആർ.എം.പി നേതാവ് കെ.എസ്. ഹരിഹരനെ ന്യായീകരിക്കാനായി മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ തെറ്റായി വ്യാഖ്യാനിച്ച ആർ.എം.പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു. മഹാത്മാഗാന്ധിക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും അതുപോലൊരു തെറ്റാണ് ഹരിഹരനും പറ്റിയതെന്നും വേണു പറഞ്ഞു. ഹരിഹരനെതിരെ പാർട്ടി നടപടിയുടെ ആവശ്യമില്ല, സംഭവിച്ചത് നാക്കുപിഴ മാത്രമെന്നും വേണു പറഞ്ഞു. ആ പരിപാടി നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, കേവലം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ FB പേജിൽ പോസ്റ്റിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ തിരുത്തുകയാണ്, സാമൂഹിക സംരക്ഷണം ഞാൻ മാപ്പ് പറയുന്നു. ഇന്ന് പറഞ്ഞാൽ തീരേണ്ടതാണ് പ്രശ്നം. അങ്ങനെ പല പരാമർശങ്ങളും രാഷ്ട്രീയമായിട്ടുണ്ട്. ഇതിനല്ല കൈയടിച്ചത്, ഈ പരാമർശത്തിനല്ല കൈയടിച്ചത്. ഇല്ല, ഞാൻ പറയുന്നത് അങ്ങനൊരു കാര്യങ്ങൾ വന്നു എന്ന് പറയുന്നത് തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. മഹാത്മാഗാന്ധിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, തെറ്റാണെന്ന് പറഞ്ഞല്ലോ, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുത്തിയത്. അല്ല, അത് പാർട്ടി ചർച്ച ചെയ്ത് ആവശ്യമായ, അതിപ്പം ഇതൊരു ഏകാധിപത്യ പാർട്ടിയല്ലല്ലോ. ഒരാളുടെ തെറ്റിനെ സംബന്ധിച്ച് അയാൾ കൂടി ഉൾപ്പെടുന്ന ഘടകം ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ആർ.എം.പി നേതാവിൻ കെ.എസ്. ഹരിഹരന് പറ്റിയത് നാക്കുപിഴയല്ല, അതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് വീണ്ടും ആർ.എം.പി നേതാവ് വേണു ന്യായീകരണവുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. കെ.എസ്. ഹരിഹരൻ എന്ന് പറയുന്ന ഒരു വൈകൃത മനസ്സിൻ്റെ ഉടമയെ മഹാത്മാഗാന്ധിയുടെ തെറ്റുമായാണ് സാമ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്താണ് മേഘ ഈ വേണു ഇന്നവിടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? സിജു, ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും അപമാനിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഹരിഹരനെ ന്യായീകരിച്ചുകൊണ്ട് ആർ.എം.പി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ അശ്ലീല പരാമർശം നടത്തിയതിന് പിന്നാലെ ഹരിഹരൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും മഹാത്മാഗാന്ധിക്ക് പോലും തെറ്റുപറ്റിയിട്ടുണ്ടല്ലോ എന്ന ന്യായീകരണമാണ് ആർ.എം.പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നിലവിൽ പാർട്ടി നടപടി ആവശ്യം ഇല്ല എന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പറഞ്ഞു. അതിനൊപ്പം ചേർത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്, ഈ ഹരിഹരന്റെ പ്രസംഗത്തിന് അവിടെ ചുറ്റും കൂടിയിരുന്ന ആളുകൾ ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്തിരുന്നോ അല്ല എന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചത് അങ്ങനെ ഉണ്ടായില്ല എന്നാണ്. അതായത് ആരും കൈയടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വീണ്ടും ന്യായീകരിക്കാനുള്ള ശ്രമം കൂടി ആർ.എം.പി നേതാക്കൾ നടത്തി. പൊതുവേദിയിൽ നേതാക്കൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചുള്ള ചോദ്യങ്ങളെ പോലും ആർ.എം.പി നേതാക്കൾ അവഗണിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അതിനൊപ്പം ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും അതുപോലും ശൈലജ ടീച്ചറെ ആക്രമിക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് ആർ.എം.പി നേതാക്കളുടെ സംസാരം എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഈ കോവിഡ് കള്ളിയൻ ഉൾപ്പെടെയുള്ള പരാമർശം നടത്തി ടീച്ചറെ അധിക്ഷേപിച്ചു എന്നത് ടീച്ചർ തെറ്റായി പറയുന്നതാണ്. അത്തരത്തിൽ ഒരു പരാമർശവും UDF നേതാക്കളോ പ്രവർത്തകരോ എവിടെയും നടത്തിയില്ല. ശരി, മേഘാമാധവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കെ.എസ്. ഹരിഹരനെ ലൈംഗിക അധിക്ഷേപം നടത്തിയ കെ.എസ്. ഹരിഹരനെ ന്യായീകരിച്ച് ആർ.എം.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ വേണുവും രംഗത്തെത്തിയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ് മേഘാമാധവൻ കോഴിക്കോട് നിന്ന് നൽകിയത്.